ഹലോ നമസ്കാരം. നമ്മൾ ഈ സൈഡിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു 2.11 എന്ന് പറഞ്ഞിട്ട്. ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒരു രസകരമായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നതിൽ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ അതിലൊന്ന് മെയിനായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ക്യാമറ ബട്ടൺ ഇല്ലേ മുകളിൽ വ്യൂ പോർട്ട് ക്യാമറയിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ട് സാധനം കണ്ടോ, പാരലൽ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ പെർസ്പെക്റ്റീവ് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടായുള്ളൂ, ഒരു പാരലൽ പ്രൊജക്ഷൻ ഇല്ല. ഇനി ഒരു ഐസോമെട്രിക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ വ്യൂ കാണുന്ന പോലെ നേരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫേസിലേക്ക് വ്യൂവിലേക്ക് മാറുന്നതാണ്. ഇപ്പം ഈ ഒരു കറണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ചരിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ മൊത്തം ഭാഗം 3D ആയിട്ട് തന്നെ എപ്പോഴും നമുക്ക് കാണാം. എവിടെ നോക്കിയാലും നമുക്ക് 3D ആണെന്ന് ഫീൽ ചെയ്യും. ഈ 3Dയിൽ തന്നെ ക്യാമറയിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ 2 പോയിന്റ് പെർസ്പെക്റ്റീവാണ്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആയി തന്നെ നിൽക്കും. നമ്മുടെ പെർസ്പെക്റ്റീവിൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് ചെരിഞ്ഞു പോകും. നിങ്ങൾ സൈഡിലൊക്കെ നോക്കി കാണാം, നമ്മുടെ ഈ ഒരു ഇന്റർഫേസിന്റെ ഈ ഒരു എഡ്ജും ഈ ബിൽഡിങ്ങിന്റെ എഡ്ജും തമ്മിൽ ചരിവുണ്ട്. ചരിഞ്ഞ് തന്നെ എപ്പോഴും കാണും. മോളിലേക്കൊക്കെ നോക്കിയാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ നോക്കിയാൽ കാണാം കറക്റ്റ് കേട്ടോ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും നമ്മുടെ ഈ ഒരു ഇന്റർഫേസിന്റെ ഒരു എഡ്ജും തമ്മിലുള്ള ഒരു ചരിവാണ് ഉള്ളത്. അതായത് എപ്പോഴും 3D ആയിട്ട് കാണാം. അതാണ് പെർസ്പെക്റ്റീവ്. 2 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആവും കേട്ടോ. ബെഡിലിങ്ങനെ എഡ്ജ് കണ്ടോ, സ്ട്രൈറ്റ് ലൈനിലേക്ക് വന്നതാണ്. അതാണ് എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഇത് കൂടാതെ ഒന്നാണ് പാരലൽ പ്രൊജക്ഷൻ. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2D വരയ്ക്കണ പോലെ. ഇപ്പം നമ്മൾ ഈ ഒരു ടോപ്പ് വ്യൂവിലൊക്കെ പോയി കാണുന്ന പോലെ ഞാനിപ്പോൾ ഈ ഒരു കറണ്ട് വ്യൂ ഞാൻ നേരെ പാരലൽ പ്രൊജക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നേരെ എവിടേക്കൊക്കെയോ പോയി. അതായത് അതിനെ ഫ്ലാറ്റ് ആക്കിയാൽ നോക്കിയതാണ്. ജസ്റ്റ് പെർസ്പെക്റ്റീവ് ഇട്ട് കാണിച്ചു തരും കേട്ടോ. നമ്മുടെ ബിൽഡിംഗ് ഇവിടെ ഇരിപ്പുണ്ട്, സെറ്റ് ഓഫ് ബിൽഡിങ്സ് ആണ്. ഞാൻ നേരെ ക്യാമറ എടുക്കുന്നു, പാരലൽ പ്രൊജക്ഷൻ എടുക്കുന്നു കേട്ടോ. ഇത് ഫ്ലാറ്റായി, ഈ ലുക്ക് നേരെ ഫ്ലാറ്റായി. ഇതൊന്നും 3D ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് നമുക്ക് സെക്ഷൻ എടുത്ത് വ്യൂ ചെയ്യണ പോലത്തെ കൈൻഡ് ഓഫ് ലുക്കിലേക്ക് മാറി ആണല്ലേ. എനിക്ക് ഇതിലൂടെ ചരിച്ചൊക്കെ നോക്കാം. നിങ്ങളിവിടെ ഒന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ മൂവ്മെൻറ്റുകൾ. എനിക്ക് എവിടെ പോയി എന്ന് പോലും എനിക്ക് മനസ്സിലാവാനുള്ള ആ രീതിയിലായി ക്യാമറ മൂവ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് പെർസ്പെക്റ്റീവിലേക്ക് മാറാം. ഇവിടെ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ അതെ ഇവിടെ ഉണ്ട്. നമ്മൾ അടുത്തേക്ക് ചെല്ലാം. അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ഒരു വ്യൂവിൽ ഞാൻ നേരെ പാരലൽ പ്രൊജക്ഷൻ ഓണാക്കുക. ഓക്കെ, ഇപ്പം സംഭവിച്ചാൽ കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഫ്ലാറ്റ് ലുക്കാണ് വരാം. അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു 2D ലുക്കാണ് കിട്ടുന്നത്. അത് മെയിനായിട്ട് ഫീൽ ചെയ്യാതെ നമ്മൾ നേരെ ടോപ്പ് വ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ പാരലൽ പ്രൊജക്ഷനിലുള്ള ടോപ്പ് വ്യൂ ആണ്. നമുക്ക് ശരിക്കും ഒരു പ്ലാൻ എന്ന രീതിയിൽ കിട്ടി. സിറ്റീൻ്റെ ഒരു പ്ലാൻ നമുക്ക് ഇവിടെ കിട്ടുവാണ്. റോഡ് എങ്ങോട്ട് പോകുന്നു, ഏതൊക്കെ കാർ എവിടെയൊക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ നടത്താം. ഇപ്പോൾ ഈ ഒരു ട്രക്ക് ശരിക്കും അലൈൻമെന്റ് മാറി കിടക്കാം. എനിക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്ത് കൊടുക്കും, കറക്റ്റ് അലൈൻ ചെയ്യാം. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഷോട്ട് എടുക്കാനും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് സിറ്റിയുടെ പ്ലാനാണ്. ഇത് കാണാനൊക്കെ ആയിട്ട് പാരലൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാരലൽ പ്രൊജക്ഷൻ എല്ലാ വ്യൂവിലും ഉണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, ബാക്ക് കിട്ടും. നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു സിംഗിൾ ഒരു റൊട്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഒരു യൂസ് വന്നത് എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചർ BArch പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈ തീസിസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഷോർട്സ് വേണ്ടി വരും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരിങ്ങനെ ആവശ്യമുള്ളത് ഈ ഒരു പാരലൽ പ്രൊജക്ഷൻ ഇട്ടിട്ടുള്ള ഷോട്ടുകളാണ് അവർ നോക്കാറ് എടുക്കാനായിട്ട്. അതിന് വേണമെങ്കിൽ യൂസ് ആയിട്ട് വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ യൂസ് കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടി വരും. ഇത് കൂടാതെയുള്ള ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് ഐസോമെട്രിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ശരിക്കും ഒരു 3D ഒബ്ജക്റ്റിനെ നമുക്ക് ഒരു 3 ആക്സിസിൽ പറയാനോ, XYZ എന്ന്. അപ്പം അങ്ങനെ 3 ആക്സിസിൽ കാണിക്കുന്ന ഒരു വ്യൂ ആണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു, വെർട്ടിക്കലി ഒരു ആക്സിസ് ഉണ്ട്, ഇങ്ങോട്ടൊരു ആക്സിസ്, ഇങ്ങോട്ടൊരു ആക്സിസ്, അങ്ങനെ ഒരു വ്യൂവിലേക്ക് വരും. ഈ വ്യൂ എപ്പോഴും നമുക്ക് 8 ക്യാമറകൾ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ, നേരെ ഈ സൈഡിൽ നിന്ന് ഒരു വ്യൂ എടുക്കാൻ പറ്റുമല്ലോ, അതിൽ അപ്പുറത്തുനിന്ന് എടുക്കാം. അങ്ങനെ ഒരു 8 ക്യാമറ വ്യൂ ഉണ്ട് ശരിക്കും ഐസോമെട്രിക് വ്യൂവിന്. അതായത് 3 ആക്സിസിനെയും ഒരു സെയിം ആംഗിളിൽ വെച്ച് നോക്കുന്ന പരിപാടിയാണ് ഐസോമെട്രിക് വ്യൂ. ഇതും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ BArch സ്റ്റുഡൻസിനൊക്കെ തീസിസ് ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു വ്യൂ ആണ്. കറന്റ് അത് വന്നേകളാണ് ഐസോമെട്രിക് വ്യൂ. ഈ ഐസോമെട്രിക് വ്യൂവിനകത്ത് തന്നെ നമുക്ക് അലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ എടുക്കാൻ ഐസോമെട്രിക് പാരലൽ പ്രൊജക്ഷനകത്ത് അലൈൻ ഉണ്ട്.
അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പാരലൽ പ്രൊജക്ഷൻ ഇട്ടേക്കാണ്. എനിക്കിവിടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എടുക്കണമെങ്കിൽ നേരെ അലൈൻ എടുക്കുക, ഒരു ആരോ മാർക്ക് വരും കണ്ടോ, ഒരു ആരോ. ഞാൻ നേരെ ടോപ്പ് വ്യൂവിൽ പോയി കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ടോപ്പ് വ്യൂവിലേക്ക് മാറി. ഇത് പാരലൽ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂ ആയി. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ള ഷോട്ട് വേണമെന്ന് ഇരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു കാൽക്കുലേഷൻ ഇടുന്നു, ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു വാൾ എന്ന് പറഞ്ഞാൽ കറന്റ് ടോപ്പോ ഫ്രണ്ടോ ലെഫ്റ്റോ ബാക്കോ റൈറ്റോ ഒന്നിലുമല്ല, ഏതോ ഒരു ആംഗിൾ ചരിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു ആംഗിളിൽ എനിക്ക് ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ അലൈൻ എടുക്കുന്നു, കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും നമ്മൾ ഈ ഫേസിൽ. അപ്പൊ എനിക്ക് ആ ഫേസിൽ നോക്കുന്ന രീതിയിൽ ഒരു വ്യൂ കിട്ടും. ഇതിപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ കുറെ ബിൽഡിംഗ് ഇരിക്കൊണ്ട് കാണുന്നില്ലെന്നുള്ളൂ, ശരിക്കും ആ ഫേസിന് അലൈൻ ആയിട്ടാണ് ഇപ്പോൾ ഈ വ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് സാധാരണ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഫേസിന്റെ വ്യൂ എടുക്കണമെങ്കിൽ ഞാൻ നേരെ ഒരു സെക്ഷൻ പ്ലെയിൻ ഇടും, ഈ ഫേസിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ഫേസിൽ വയ്ക്കാനും വളരെ ബുദ്ധിമുട്ടാണ് സെക്ഷൻ പ്ലെയിൻ, കാരണം കിട്ടില്ല. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കണം. ഓക്കെ കണ്ടോ, സെക്ഷൻ പ്ലെയിൻ കട്ടായി, കണ്ടോ ചരിഞ്ഞ് കട്ടായി. എനിക്ക് ഈ ഇവിടെ നിന്നൊരു വ്യൂ 2D വ്യൂ എടുക്കണമെങ്കിൽ ഞാൻ നേരെ ക്യാമറയിലേക്ക് പോവുക, പാരലൽ പ്രൊജക്ഷൻ എടുക്കുക, അലൈൻ അടിക്കുക, എന്നിട്ട് ഈ ഫേസിൽ കൊണ്ട് വെക്കുക. കണ്ടോ കറക്റ്റ് ആ ഫേസ് കാണുന്ന രീതിയിൽ വ്യൂ കിട്ടി. ഇതാണ് ആ പരിപാടി. അപ്പോൾ അങ്ങനെ സെക്ഷനൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു അലൈൻ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും പാരലൽ പ്രൊജക്ഷനും ഇതിൽ വന്ന ഒരു പുതിയൊരു സംഭവമാണ്. പിന്നെ ഇത് കൂടാതെ വന്നിരിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൗതുകമുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ കാര്യങ്ങൾ. അത് നമുക്ക് വീഡിയോ എടുക്കില്ല. നമ്മൾ ഈ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഷോട്ട് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ ഒരു കറണ്ട് വ്യൂ എടുക്കുന്നു, കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഷോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ കിട്ടും. എനിക്ക് പക്ഷേ ഫോക്കസ് ഈ ഒരു യെല്ലോ കാറിലേക്ക് വേണം എന്നാണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷൻ വെച്ചാൽ ഇപ്പം ഞാൻ ഷോട്ടിൽ വെറുതെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വരെ ഏറ്റവും താഴെ കണ്ടോ ക്യാമറ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഓൺ ആക്കുന്നു. ഫോക്കസ് സെലക്ട് ടാർഗറ്റ്, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി കണ്ടു നമുക്ക് ഈ നീലക്കാറിന് കൊടുക്കാം. ഫോക്കസ് നേരെ ഈ നീലക്കാറിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, റീഫ്രഷ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഷോട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ നീലക്കാറിലേക്ക് ഓട്ടോമാറ്റിക്കലി ഷോട്ട് പോകും. ക്യാമറ മൂവ്മെൻറ്റ് സെയിം തന്നെയാണ്, പക്ഷേ ഷോട്ട് ഈ കാറിനെ ഫോക്കസ് ആക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന കാരണം എടുക്കാൻ പറ്റില്ല കേട്ടോ, ഞാനത് നോക്കിയായിരുന്നു, നടക്കുന്നില്ല. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ട് എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും. അതായത് ഞാൻ ഈ ക്യാമറ ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നൊക്കെ പോകുന്ന രീതിയിൽ ഷോട്ട്. ഫോർ എക്സാമ്പിൾ ആഡ് കറണ്ട് വ്യൂ കൊടുക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ വല്ലതും വന്ന് നിൽക്കുക. ഓക്കെ, ഇതിപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവാണ്, ബന്ധമില്ലാത്ത രീതിയിൽ. ഞാൻ ഇതിൽ നിന്ന് നേരെ പറയുകയാണ്, എൻ്റെ ക്യാമറ ടാർഗറ്റ് ഈ ഒരു ബ്ലാക്ക് നിസാൻ GT-R ആണ്. റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് എപ്പോഴും ഈ കാറിനേലേക്ക് വരും ഇടയിൽ. അപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ ഈ ഡ്രോണൊക്കെ പോകുന്ന കൈൻഡ് ഓഫ് ഷോട്ടുകളൊക്കെ എടുക്കണമെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് വേറെ ഒരു ടാർഗറ്റിനെ ഫോക്കസ് ചെയ്തെടുക്കുന്ന ഷോട്ട്സ്. ഇത് പിന്നെയും യൂസ് ആവുന്നത് ഈ ക്യാമറ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പൈറൽ പാൻ എന്ന് പറയുന്ന ഈ ടെംപ്ലേറ്റ് ഞാൻ ഇട്ട് കാണിച്ചാൽ, സ്പൈറൽ പാൻ ഞാൻ ഇടുവാണ് ചുമ്മാ ഇട്ട്. ഓക്കെ, ഞാനത് എടുത്തിട്ട് നേരെ എഡിറ്റ് പാത്തുകൾ കൊടുക്കുക. ഈ ഒരു പാനിന് പാത്ത് ഇടാൻ വന്നിട്ടുണ്ട് കണ്ടില്ല. ഞാനത് എടുത്തുകൊണ്ട് ഈ കാറിൻ്റെ മേലെ വെക്കാൻ കേട്ടോ. ഓക്കെ, എടുത്തത് ഈ ഒരു കാറിൻ്റെ മേലെ വെച്ചു. അതുകൂടാതെ ഞാൻ ക്യാമറ ടാർഗറ്റ് എടുത്തിട്ട് ഫോക്കസ് ഓൺ ഈ ഒരു കാർ റിഫ്രഷ് കൊടുക്കുക. ഇപ്പം സംഭവിക്കും, ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ കാറാണ് കേട്ടോ, ആ കാറിൻ്റെ മേലെ കിടന്ന് കാണാം. ഇതാണ് ആ വ്യൂ. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. ക്യാമറയിലേക്ക് പോവുക, ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പം തോന്നിയ പോലെ കറങ്ങണം. ഞാൻ ഫോക്കസ് ഔട്ട് ശരിയായില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടെ എഡിറ്റ് പാത്ത് കൊടുക്കുക. സേവ് ചെയ്യാൻ നമ്മൾ സോറി, ക്യാമറയ്ക്ക് മേലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഡൺ അടിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ടാർഗറ്റ് നേരെ കാറിന് കൊടുക്കുക. ഓക്കെ, റിഫ്രഷ് അടിക്കുക. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ക്യാമറനെ ചുറ്റി കറങ്ങുന്ന ഒരു ഷോട്ട് കിട്ടിയില്ലേ.
ഒക്കെ ഈ കാറിനെ ചുറ്റി കറങ്ങുവാണ്. ഞാൻ അതിന് പകരം ഈ സാധനത്തിന് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മൂവ് ഡിസ്റ്റൻസിനകത്ത് ഒരു റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ ഞാൻ കുറച്ച് കൊടുക്കുക. നമുക്ക് ലെറ്റ്സ് ഒരു 200 മതി. അത്ര ആക്കി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പതിയെ പാൻ ചെയ്യുന്ന റൊട്ടേഷൻ എടുക്കുന്ന ഒരു ഷോട്ട് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഞാനൊരു കാറിനെ എടുത്തത്, നമ്മളൊരു വീടിനെയാണ് ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനെയാണ് നിങ്ങൾ രീതിയിൽ എടുക്കുക. ഈ ബിൽഡിംഗ് ഉണ്ടോ, അതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് നമ്മുടെ വീട് എന്നിരിക്കട്ടെ. വീട് എന്ത് വേണമെങ്കിലും ആവട്ടെ. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്പൈറൽ പ്ലാൻ ആഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പാത്ത് കൊടുക്കുന്നു, നേരെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കൊണ്ട് നോക്കണം. മാക്സിമം സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം, മാക്സിമം മുകളിലായിട്ട്. ഓക്കെ, എൻ്റെ ഏതാണ്ട് മുകളിലാണ്. ഇതിൻ്റെ മൂവ് ഡിസ്റ്റൻസ് ഞാൻ ഇതുപോലെ കുറച്ച് കൊടുക്കുക, 360 ഇറങ്ങിക്കോട്ടെ. ഓക്കെ, ഇതിനെടുത്തിട്ട് ക്യാമറ ടാർഗറ്റ് നേരെ ഈ വീഡിയോ കൊടുക്കുക. ഇനി ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ കിടന്നാൽ, അത് വലിയ ബിൽഡിംഗ് ആയതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. ഇനി അതിന് പകരം ഞാൻ ഇതിൻ്റെ ഒരു റേഡിയസ് കൂട്ടി കൊടുത്താൽ ലെറ്റ്സ് സേ ഒരു 5000 എന്ന് കൊടുക്കുക. അതും പോരാ, ഒരു 10,000 ആണെങ്കിലും ഓക്കെ ആണോ. ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന രീതിയിൽ ചുറ്റി ഇത് ക്യാമറ ടാർഗറ്റ് ഞാൻ കൊടുത്തുന്നുള്ളൂ. ബാക്കി ക്യാമറ മൂവ് ചെയ്യുമ്പോൾ അതിനെ തന്നെ നോക്കി കറങ്ങണം എന്നുള്ള പരിപാടി ഉണ്ടല്ലേ. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ഈ 10,000 മാറ്റി ഒരു 20,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഷോട്ട് കിട്ടും. ഉണ്ടാവും. ഇതിൽ തന്നെ ഞാൻ ഈ കൊടുത്തിരുന്ന ആംഗിള് മാറ്റി ഒരു 60 വില കൊടുക്കുകയാണെങ്കിൽ, 200 വില കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഇങ്ങനെ പാൻ ചെയ്യുന്ന പോലത്തെ ഒരു ഷോട്ട് കിട്ടും. അതാണ് ക്യാമറ ടാർഗറ്റ്. ഇതിനെ തന്നെ ഈ ടെംപ്ലേറ്റുകൾക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ പരിപാടി ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ കുറച്ച് കാറ് ഉണ്ടായിരുന്നു, ഇവിടെ പോയി ഈ കാറുകൾ ഈ ക്യാമറ ടെംപ്ലേറ്റിനകത്ത് ഒരു സംഭവമുണ്ട്, പുതിയ ക്ലിപ്പ് ആഡ് ചെയ്യാം. ഞാനൊരു ഈ ഒരു സാധനം കണ്ടു, ട്വിസ്റ്റ് ഫ്ലൈ ഓവർ. ഇതിൽ കാണുന്ന പോലത്തെ സംഭവമാണ്. ഞാൻ ട്വിസ്റ്റ് ഫ്ലൈ ഓവർ ഇടാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ക്യാമറ ടാർഗറ്റ് ഞാൻ ഈ കാറിന് കൊടുക്കണം. ഓക്കെ, ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് ആ കാറിനെ കാണുമ്പോൾ നേരെ എന്താ പറയുക അടുത്തേക്ക് സ്പാൻ ചെയ്ത് പോകുന്ന ഒരു ഷോട്ട്. ശരിക്കും അതിന് ഞാൻ ഡിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക. ടാർഗറ്റ് ഈ സാധനം ഈ പറഞ്ഞ പോലെ ഒരു 5,000 അല്ലെങ്കിൽ കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ ശരിക്കും ഒരു മലക്കം മറിഞ്ഞ് പോകുന്ന ഒരു പരിപാടിയായി ക്യാമറ ട്വിസ്റ്റ് ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ ടാർഗറ്റ് എത്രേണ്ട പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഈ 8,000 മാറ്റിയിട്ട് 10,000 ആക്കിയാലോ. ഓക്കെ, പുറകിലേക്ക് എത്തി. നമുക്കതാ വേണ്ടത്. ഫ്രണ്ടിലേക്ക് വരുന്നു, നേരെ ക്യാമറ മോളിൽ പോയി കറങ്ങും, ബാക്കിലേക്ക് ട്വിസ്റ്റ് ഫ്ലൈ ഓവർ. അങ്ങനെ ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് പല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് അത്. ക്യാമറ ടാർഗറ്റ് അടിച്ചിട്ട് കുറേ രീതിയിൽ ഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി ഞാൻ നോക്കിയപ്പോൾ. മെയിനായിട്ട് എനിക്ക് തോന്നിയത് ടാർഗറ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി സാധാരണ എടുക്കുന്ന ഷോട്ടുകൾ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം. അത് ഇവിടെ എൻ്റെ ഫസ്റ്റ് ഷോട്ട്, ഇവിടെ സെക്കൻഡ് ഷോട്ട് ഇങ്ങനെ ഇവിടെ എത്തി. ഇതിനിടയിൽ ഞാൻ പറയാണ് ടാർഗറ്റ് ഈ കാറാണെന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഈ കാറിന് വിടാണ്ട് തന്നെ ക്യാമറ പൊക്കോളും കേട്ടോ. അങ്ങനെ ഒരു സാധനം കണ്ടത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം ക്യാമറ ടാർഗറ്റ് അടിക്കൽ. അങ്ങനെ ഒരു ഫീച്ചർ പുതിയതായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാരലൽ പ്രൊജക്ഷൻ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ചില ഷോട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ടോപ്പ് വ്യൂ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാൻ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഷോട്ടാണ് ഒരു ടോപ്പ് വ്യൂ എടുത്തപ്പോൾ. നേരത്തെ അവൈലബിൾ ആണെന്ന് തോന്നുന്നത്, എന്നാലും പാരലൽ പ്രൊജക്ഷൻ്റെ പഴയ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇങ്ങനൊരു സംഭവം. അപ്പോൾ ഇങ്ങനെ പ്ലാൻ, അതായത് 3D പ്ലാനൊക്കെ കൊടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം. ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടൊക്കെ വേണമെങ്കിൽ ഇതിലെടുത്ത് റെൻഡർ എടുക്കാവുന്നുള്ളൂ. അങ്ങനെ ഒരു പുതിയൊരു സംഭവം നന്നായിട്ട് തോന്നി. ഇപ്പോൾ നോക്കാം, എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ പാത്ത് ടൂളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ
ഞാനൊക്കെ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ. സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും യൂസേജ് ഞാൻ കാണുവാണെങ്കിൽ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും അതിനെക്കുറിച്ച്. പിന്നെ കുറച്ച് പേര് പറഞ്ഞത് കാറിൻ്റെ ആനിമേഷൻ ഷെയർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. കാർ ആനിമേഷൻ ഞാൻ ആക്ച്വലി ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഷെയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ഉണ്ടാവില്ല. പക്ഷെ അതെങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യണമെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇടാം. CDS Maxലാണ് അത് ചെയ്യണേ. ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല പരിപാടി. പക്ഷേ ആൾക്കാർ ചോദിച്ചതിക്ക് ഞാനത് ചെയ്യാവുന്നതാണ്. കുറച്ച് പേര് പേഴ്സണൽ അയച്ചപ്പോൾ ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു കാർ ആനിമേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. കാരണം ഞാനത് നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിപ്പോൾ അടുത്ത വീഡിയോ കാണാം.